എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ചിരിക്കുട്ടൻ പറയും, ആ ഒരു സ്പോർട്സ് മീറ്റില് നീ തന്നെ ഒന്നാമനാവണം. അത് കേട്ട് ഹീറോ അവൻ ഷോക്കാവും. ആക്ച്വലി ആ ഒരു സ്പോർട്സ് മീറ്റ് അതിൽ ജയിക്കണമെങ്കിൽ ഒരുപാട് പ്രിലിംസ്, കൊച്ചു കൊച്ചു ടാസ്കുകള് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ അതിന് കഴിയൂ. ഫൈനൽ ബാറ്റില് അത് രണ്ടുപേര് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും. അവിടെയാണ് നീ നിന്റെ മുഴുവൻ പവറും കാണിക്കേണ്ടതെന്ന് പറയുമ്പോ ഹീറോ ആവട്ടെ, അവൻ ഒരു സെക്കൻഡ് അവന്റെ പവറിനെ കുറിച്ച് ചിന്തിക്കും. അവൻ ഇതുവരെ അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവന്റെ ഫുൾ പവർ എടുത്ത് ഫൈറ്റ് ചെയ്ത അത് അവന് തന്നെ വലിയ അപകടമാണ്. ഇതെനിക്ക് പറ്റുമോ എന്നവൻ ചിന്തിക്കുമ്പോ അതിന് ചിരിക്കുട്ടൻ പറയും, സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഫസ്റ്റ് പ്രൈസിനെയാണ് എയിം ചെയ്യുന്നത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ചെറുതായിട്ട് പോലും ഒന്ന് മാറി ചിന്തിച്ചാ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ചെറുതായിട്ട് പോലും നിന്റെ മനസ്സ് അത് നീ മാറ്റരുത്. നിന്റെ ലക്ഷ്യം അതെപ്പോഴും ആ ഫസ്റ്റ് പ്രൈസിൽ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് നിനക്ക് എവിടെ എത്താനായിട്ട് കഴിയില്ല. നമ്മുടെ ചെക്കനാണെങ്കില് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അവൻ ഒരുപാട് ടെൻഷനായി ഇപ്പൊ തല കുനിച്ചിരിക്കും. അതിന് ചിരിക്കുട്ടനാവട്ടെ കൂടുതലായിട്ട് അവന് പ്രഷർ കൊടുക്കില്ല. പക്ഷെ അവസാനമായിട്ട് ഒരു കാര്യം പറയും, നീ എന്റെ പവർ കിട്ടാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. മാത്രമല്ല നിന്റെ മനസ്സിന്റെ ധൈര്യം, അത് രണ്ടും ഒരിക്കലും നീ കൈവിടരുത്. ആ പഴയ ഇസുക്കു പയ്യനെയാണ് ഈ സമയത്ത് എനിക്ക് ആവശ്യം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സ്പോർട്സ് മീറ്റിന് വേണ്ടി ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ആൾക്കാരെയും സെക്കൻഡ് ഇയറിലെ കുട്ടികളെയും ഇപ്പൊ വരിയായിട്ട് അങ്ങനെ നിർത്തും. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ ചപ്രത്തലേനാവട്ടെ അവരോട് ആവശ്യമില്ലാതെ ഇപ്പൊ ദേഷ്യപ്പെടാനും വെല്ലുവിളിക്കാനും തുടങ്ങും. അപ്പൊ സെക്കൻഡ് ഇയറിലെ വേറൊരു പയ്യൻ ഇപ്പൊ ചപ്പർത്തലേനുമായിട്ട് വഴക്കിടും. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവർ തമ്മിൽ പൊരിഞ്ഞ് ഫൈറ്റ്. സെക്കൻഡ് ഇയേഴ്സ് പറയും, നിങ്ങൾ വില്ലന്മാരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു എന്ന് കരുതി വലിയ സ്റ്റാർ ആവാൻ നോക്കണ്ട. ഞങ്ങൾ ഇതിലും വലിയ വില്ലന്മാരെ പണ്ടേ തോൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ജയിച്ചു കാണിക്ക്. അത് കേൾക്കുമ്പോ ഇപ്പൊ ചപ്പർത്തലേന് കലിപ്പ് കയറും. അവനും എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ ഹീറോയ്ക്കാവട്ടെ അത്ഭുതാവും. കാരണം ചപ്പർത്തലേന് എല്ലാവരും ഇടിച്ചു തോൽപ്പിച്ച് ഫസ്റ്റ് വരണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഡോറപ്പെണ്ണിനാണെങ്കില് അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു സൂപ്പർ ഹീറോ ആയി മാറി ഒരുപാട് പണവും ഫെയിമുമാണ് അവൾക്ക് ആവശ്യം. കണ്ണാടിക്കാരനാണെങ്കില് നല്ലൊരു നേതാവാവണം, ഒരുപാട് പേർക്ക് റോൾ മോഡൽ ആവണം. അങ്ങനെ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഹീറോ ഒരു സെക്കൻഡ് അവനെ കുറിച്ച് ആലോചിക്കും. അവനിപ്പോ പണ്ടത്തേതുപോലെ എല്ലാം നേടിയെടുക്കണം എന്നുള്ള വാശിയോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവന്റെ മനസ്സ് പോലും ഇപ്പൊ ശൂന്യമാണ്. അപ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് അവനെക്കുറിച്ച് ഓർത്തുള്ള എക്സ്പെക്ടേഷൻസ് അവൻ ഓർത്തെടുക്കുക. അവന്റെ അമ്മയ്ക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അവനൊരു വലിയ സൂപ്പർ ഹീറോ ആയി മാറുന്നത് കാണാനാണ് ഏറെ ഇഷ്ടം. അതിനെല്ലാം ഉപരിയായിട്ട് ചിരിക്കുട്ടൻ പറഞ്ഞ വാക്ക് അത് ഉറപ്പായിട്ടും ഞാൻ ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണം. ഞാൻ വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും ഈ സ്പോർട്സ് മീറ്റില് ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ ഇപ്പൊ പഴയതിൽ ഉഷാറായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഹീറോ ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യൻ അവൻ ഓടി ഓടി പ്രാക്ടീസ് ചെയ്യാണ്. തവളപ്പെണ്ണാവട്ടെ അവള് വെള്ളത്തിൽ മുങ്ങാൻകുഴി ഇട്ട് മറ്റൊരു റെക്കോർഡിടും. ഇൻവിസിബിൾ ഗേള് അവളാ ഒരുപാട് കൈയുള്ളവന്റെ കൂടെ പോയി ഇപ്പൊ ജിമ്മില് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ചപ്രത്തലയൻ അവൻ വിട്ടുകൊടുക്കാതെ ഒരുപാട് ദേഷ്യത്തില് അവന്റെ ചുറ്റുമുള്ളതിനെ എല്ലാം ചവിട്ടിക്കൂട്ടി ഇപ്പൊ പ്രാക്ടീസ് എടുത്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞ് അവര് കാത്തിരുന്ന ആ ഒരു സ്പോർട്സ് മീറ്റിന്റെ ഇടെ ഹീറോ ആവട്ടെ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പൊ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് വരും. അവന്റെ അമ്മ പറയും, ഉറപ്പായിട്ടും നീ തന്നെ ജയിക്കും. നിന്റെ ജയം അത് ഞാൻ ടിവിയില് ഹൈ റെസൊല്യൂഷനിൽ കാണും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഗ്രൗണ്ട് കാണിക്കും. അവിടെ ഒരുപാട് ജനങ്ങള് ആ ഒരു സ്പോർട്സ് മീറ്റ് കാണാനായിട്ട് അവിടെ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മീഡിയാസും ജനങ്ങളും എല്ലാം ഉറ്റുനോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ ബാച്ചിനെയാണ്. ഇത്തവണ ഒരുപാട് സെക്യൂരിറ്റി ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ ഹീറോസിനെ ഉപയോഗിച്ച് അവിടെ ടൈറ്റ് സെക്യൂരിറ്റി തന്നെ കൊടുക്കും. കട്ട് ചെയ്താ നമ്മുടെ പിള്ളേര് അവരിപ്പോ വാമപ്പൊക്കെ ചെയ്ത് ഉഷാറായിട്ടിരിക്കുകയാണ്. കണ്ണാടിപ്പയ്യൻ വിളിച്ചു പറയും, നമ്മൾ എല്ലാവരും റെഡി ആയിരിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല. നമ്മൾ തന്നെ ഈ കപ്പ് അത് അടിച്ചെടുക്കണം. ഹീറോയ്ക്കാണെങ്കില് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. അപ്പൊ ആ ചോപ്പൻ തലയൻ അവനിപ്പോ ഹീറോയോട് പറയും, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഈ ബാറ്റില് തോപ്പിച്ചിരിക്കും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയുടെ ടെൻഷൻ അത് ഡബിൾ ആവും. ഹീറോ ഒരു സെക്കൻഡ് ആലോചിച്ചതിന് ശേഷം ഇപ്പൊ അവനോട് പറയും, ഈ പറഞ്ഞത് ശരിയാണ്, നിനക്ക് എന്നെ കഴിഞ്ഞും പവറുണ്ട്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും തോൽക്കും വരെ ജയിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ
ഇപ്പൊ ഗ്രൗണ്ടില് ടീച്ചേഴ്സ്, സൂപ്പർ ഹീറോസ്, ജനങ്ങള് അങ്ങനെ എല്ലാവരും സ്പോർട്സ് മീറ്റ് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ സ്പോർട്സ് മീറ്റ് തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങാൻ തുടങ്ങും. ഇവിടെ ചിരിക്കുട്ടനാണെങ്കില് അവൻ വലിയ എക്സൈറ്റ്മെന്റിലാണ്. അവനു പകരം നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ സൂപ്പർ ഹീറോയായി മാറണം, അത് ഈ ലോകം മുഴുവൻ അറിയണം എന്നാണ് അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അനൗൺസ്മെന്റ് മുഴങ്ങുമ്പോ ഫസ്റ്റ് ഇയർ ബാച്ച്, അതായത് ഹീറോയുടെ ബാച്ച് ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വരും. അവരെ കണ്ടുടൻ സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആർപ്പ് വിളിക്കാൻ തുടങ്ങും. ഹീറോയുടെ ഹാർട്ട് ബീറ്റ് അത് ഓരോ സെക്കൻഡ് കഴിയുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ബാറ്റിൽ ജയിക്കണം എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ സെക്കൻഡ് ഇയേഴ്സിനെ വിളിക്കും. അവരെല്ലാവരും ഫുൾ കലിപ്പില് ഇപ്പൊ ടെറർ ലുക്കില് ഗ്രൗണ്ടിലേക്ക് വരും. അവരുടെ ലക്ഷ്യം ഫസ്റ്റ് ഇയേഴ്സ് ആരും തന്നെ ഇതിൽ ജയിക്കാൻ പാടില്ല എന്നാണ്. പിന്നീട് മറ്റ് ഡിവിഷൻസും മറ്റ് സ്കൂളിലെ കുട്ടികളും എല്ലാവരും ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വരും. അങ്ങനെ ഒടുവില് ഇപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിൽ നിൽക്കും. അപ്പൊ ചുന്ദരിയായ ഒരു ടീച്ചർ അവരുടെ മുൻപിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങും. ടീച്ചർ പറയും, എൻട്രൻസ് എക്സാമില് ഫസ്റ്റ് കിട്ടിയ ചപ്രത്തലയൻ ആളെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇപ്പൊ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അവനിപ്പോ എന്താ പറയാൻ പോണെന്ന് കേൾക്കാനായിട്ട് എല്ലാവരും കാതോർത്തിരിക്കും. അവൻ പറയും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഞാനാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യ്. ഓൾറെഡി ഫസ്റ്റ് ഇയേഴ്സിന് അവന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതുപോലെ അറിയാം. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അവന്റെ വാക്ക് കേട്ട് നാണം കെട്ടി നിൽക്കും. ബാക്കിയുള്ള സ്റ്റുഡൻസ് ആവട്ടെ ഇപ്പൊ അവനെ നോക്കി കൂവാൻ തുടങ്ങും. ചിലർക്ക് അവനോട് ഒരുപാട് ദേഷ്യം തോന്നും, മറ്റു ചിലർക്ക് അവനെ തല്ലി കൊല്ലാനും തോന്നും. അപ്പൊ ചുന്ദരി ടീച്ചർ ആള് വിളിച്ചു പറയും, ഫസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റ് ഒബ്സ്ട്രിക്കിൾ റേസ്, അതാണ് ആദ്യം നടക്കാൻ പോകുന്നത്. മുൻപ് ഈ റേസില് ഒരുപാട് പേര് തോറ്റ് തൊപ്പിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ്. എല്ലാ സ്റ്റുഡൻസും ചേർന്ന് ഈ സ്റ്റേഡിയത്തിന് ചുറ്റും 4 കിലോമീറ്റർ ഓടണം. അങ്ങനെ ആദ്യം ആര് ഫിനിഷ് ചെയ്യുന്നോ അവരായിരിക്കും ഈ പ്രിലിംസിൽ ജയിക്കുക. ഇത് ഫിനിഷ് ചെയ്യുന്ന ബാക്കി എല്ലാവർക്കും പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹീറോയുടെ മനസ്സിൽ ചിരിക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങള് അതിപ്പോ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആവട്ടെ അവനിപ്പോ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഉറപ്പായിട്ടും ഈ ബാറ്റില് ഞാൻ തന്നെ ജയിക്കുന്ന അവൻ ചിന്തിക്കുന്ന അതേ സമയത്ത് ബോർഡിൽ സ്റ്റാർട്ട് എന്ന് കാണും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പായാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ പരസ്പരം ഇടിക്കാൻ തുടങ്ങും. ആ ഒരു ഇടിയില് ഇപ്പൊ ഹീറോയ്ക്കും ഒരുപാട് പരിക്ക് പറ്റും. ഐസ്മാൻ ആവട്ടെ അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഒരുപാട് പേരെ ഫ്രീസ് ആക്കി മുൻപോട്ട് ഓടും. പക്ഷെ ചപ്രത്തലയൻ അവൻ വിട്ടുകൊടുക്കില്ല. അവനെ ഐസ് തട്ടിത്തെറിപ്പിച്ച് അവനെ കുറെ തെറിയും വിളിച്ച് അവന്റെ പിന്നാലെ തന്നെ ഓടുകയാണ്. അപ്പൊ ഒരു വയലറ്റ് മുടിയൻ അവനിപ്പോ ഒരുപാട് പേരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരുടെ തോളിൽ കയറി ഇപ്പൊ ഹായ് ആയിട്ട് മുൻപോട്ട് വരും. പാവം നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട്സും അവര് ശരിക്കും ആ ഒരു ഐസിൽ സ്റ്റക്കായി പോവും. നമ്മുടെ കുഞ്ഞൻ വയലറ്റ് തലയൻ അവൻ ഓരോരോ ബോൾസ് ആയിട്ട് നിലത്തിട്ട് അതിൽ ചവിട്ടി ഇപ്പൊ മുൻപോട്ട് ഓടും. അവൻ കുറച്ചു ദൂരം എത്തുമ്പോഴേക്കും ഒരു റോബോട്ട് അവരെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇതെന്താ ഇപ്പൊ ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും അവർക്ക് മുൻപില് ഒരുപാട് റോബോട്ട്സിനെ കാണുക. ആക്ച്വലി റോബോട്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തടയും. ഈ റോബോട്ടുകളെല്ലാം കടത്തി വെട്ടിച്ച് നമ്മുടെ ആൾക്കാര് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. ഐസ് പയ്യൻ വീണ്ടും അവന്റെ ഫ്രീസിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ച് ഒരുപാട് റോബോട്ട്സിനെ ഇപ്പൊ ഫ്രീസ് ചെയ്യും. ഐസ് പയ്യന്റെ പെർഫോമൻസ് കണ്ട് ഇപ്പൊ ടീച്ചേഴ്സ് പോലും കൈയടിക്കുകയാണ്. പാവം നമ്മുടെ ഹീറോ അവനിപ്പോ ഒരുപാട് പിന്നിലാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ കോൺഫിഡൻസ് കളയാതെ അവൻ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹീറോയുടെ അമ്മ അവന്റെ പെർഫോമൻസ് കണ്ട് ഇപ്പൊ ഒരുപാട് വിഷമിച്ച് കരയാൻ തുടങ്ങും. കട്ട് ചെയ്ത ഹീറോ അവനിപ്പോ ഫുൾ കോൺഫിഡൻസില് ഞാൻ ഈ റോബോട്ട്സുകളെ തകർക്കുന്നു പറഞ്ഞ് അങ്ങനെ പവർഫുള്ളായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.